ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ പുറത്ത് കുറച്ച് കറക്കമൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയതുള്ളൂ. അപ്പോൾ ഒരു വൈകുന്നേര സമയം, അപ്പോൾ എന്തെങ്കിലും ഒരു 4 മണി പലഹാരം ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ വെച്ചു കുറേ ദിവസമായില്ലേ നിങ്ങൾക്കൊരു 4 മണി പലഹാരം ഉണ്ടാക്കി കാണിച്ചിട്ട്. അപ്പോൾ ഇന്നൊരു 4 മണി പലഹാരം ഉണ്ടാക്കുമ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, അതായത് ബജിയാണ്. ബജി പല ടൈപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ കാ വെച്ചിട്ടുള്ള ബജി ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. കാ എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രം സൈഡിൽ ഇതിന് പറയുന്നത് പേയങ്ക എന്നാണ്. പേയങ്ക ബജി കായാണ്. എല്ലായിടത്തും ഇത് തന്നെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ബാക്കി ജില്ലകളിലൊക്കെ എന്താ പേരെന്ന് എനിക്കറിയില്ല, അറിയുന്നവർ കമൻറ്റ് ബോക്സിലേക്ക് വരിക. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇതൊരു വേറെ രീതിയിലൊരു ബജിയാണ്. അതായത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ബജി പോലെയല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. ഇതിൽ ഞാൻ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഡിഫറെൻ്റ് ആയിട്ട് ചേർക്കും. കടലമാവിലാണ് സാധാരണ ബജിയൊക്കെ ചെയ്യുന്നത്. ഇപ്രാവശ്യം കടലമാവ് തന്നെയാണ്, പക്ഷേ അതിനകത്ത് ഒരു കാര്യം കൂടി ചേർക്കും. അപ്പോൾ അതിന് മുന്നേ ഒരു കാര്യം ചെയ്യാം, കായ എടുത്തിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് കട്ട് ചെയ്ത് തുടങ്ങിയിരുന്നു, പക്ഷെ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ഇതിപ്പോൾ 2 കായ ഞാൻ മുറിച്ച് വെള്ളത്തിലേക്ക് ഇട്ടു. കറ കയ്യിൽ വരാണ്ടിരിക്കും. അപ്പോൾ കയ്യിൽ ഇച്ചിരി എണ്ണ തടവിയിട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇത് കറയുണ്ട്, കുറച്ച് സ്കിന്ന് കളഞ്ഞിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. തിന്നായിട്ട് കനം കുറച്ച് നീളത്തിന് അങ്ങനെ. അപ്പോൾ ഇതാണ് ഒരു കായുടെ ഷേപ്പ്. ഇങ്ങനെ ചീകി എടുത്താൽ മതി. ഇങ്ങനെയുള്ള ഭാഗമൊക്കെ ഈ എൻഡ് പീസ് ഇങ്ങനെ എന്താ പറയുക, ഓരോ കോർണേഴ്സ് ഇങ്ങനെ ചീകി മാറ്റാം. ഔട്ടർ ലെയർ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മാറ്റി കൊടുക്കുക. കുറച്ച് കട്ടി കുറഞ്ഞ് സ്ലൈസായിട്ട് മുറിക്കാം. ഇത് ഔട്ടറാണ് ഏറ്റവും ലാസ്റ്റ്. ഇതുപോലുള്ള വെള്ളത്തിൽ തന്നെ ഇടണം, തിൻ സ്ലൈസസ് ആയിട്ട്. ഒരുപാട് കട്ടിയില്ലാതെ കനം കുറച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. തീരെ കുറച്ച് അവന് കഴിക്കാനൊന്നും കിട്ടത്തുമില്ല. എന്തെങ്കിലും വേണമല്ലോ കടിക്കാനായിട്ട്. നമ്മൾ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ഒരു പഴംപൊരി കമേഴ്ഷ്യലായിട്ട് ചില കടക്കാരാണെങ്കിൽ വളരെ കനം കുറച്ച് പഴമൊന്നും കാണില്ല, അതിനകത്ത് മാവായിരിക്കും കൂടുതൽ. അങ്ങനെ ആകാനും പാടില്ല. ടൂ തിക്കായാലും പോറായിരിക്കും. ഈ രീതിയിൽ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ കറ ഉണ്ടാവില്ല, കറുക്കില്ല, അല്ലെങ്കിൽ കറുത്തു പോകും. ഇതിപ്പോൾ ഒരു 3 കായുണ്ട്, തൽക്കാലം അത് മതിയാകും തോന്നുന്നു. നോക്കാം. ഈ സൈഡ്സ് ഒന്ന് കാണുന്നുണ്ടല്ലോ, അതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഇതിനെ ഇങ്ങനെ ഓരോന്നും തിൻ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്യണം. ഒരുപാട് കട്ടിയല്ല, ഒരുപാട് തിന്നുമല്ല, ഇങ്ങനത്തെ പീസസ്. പിന്നെ ബാറ്റർ, ഇത് 1 കപ്പ് ഇത് കടലമാവ് 1 കപ്പ്. ഇനി ഇതിലേക്ക് സ്പെഷ്യൽ ഐറ്റമായിട്ട് ചേർക്കാൻ പോണത് ദോശമാവാണ്. കുറച്ച് ഒരുപാട് പുളിയുള്ള ദോശമാവ് വേണ്ട, നല്ല കട്ടിയുള്ള ദോശ. ഏകദേശം 1 കപ്പോളം ചേർക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം. ഒരു തിക്കായിട്ടൊരു പേസ്റ്റ്. വെള്ളം അതനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. കട്ടയില്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മാവ് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും. സോഡാപ്പൊടി അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട.
ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർക്കാം, ഒരു 1/2 ടീസ്പൂണോളം കായപ്പൊടി, പിന്നെ ഇച്ചിരി മുളക് പൊടി, വിരിയൻ മുളകിൻ്റെ പൊടി നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. ഉപ്പ് ചേർത്തിട്ടില്ല, കുറച്ച് ഉപ്പ് ചേർക്കണം. മുളക് പൊടി കുറച്ചുകൂടി ആകാം. വീണ്ടും കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തു. ഒരു 2 ടീസ്പൂൺ നിറച്ച് ചേർത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ മുളക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് എരിവ് ക്രമീകരിക്കേണ്ടത്. ഓക്കെ, ഇനി എണ്ണ ചൂടാക്കാനായിട്ട് വയ്ക്കാം. ഇച്ചിരി ഉപ്പ് നോക്കി, ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു, അതും കൂടി ചേർക്കാം. കുറച്ച് മതി. അതുപോലെ എരിവും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും തോന്നുന്നു. ഈ എപ്പോഴും കായ് ബജിയൊക്കെ നല്ല സ്പൈസി ആയിട്ടാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഒരു 3 ടീസ്പൂൺ വരെ ചേർക്കാം മുളക് പൊടി. അപ്പോൾ എണ്ണ ചൂടാക്കാൻ വെക്കുന്നു. ഏത് എണ്ണയിൽ വേണമെങ്കിലും വറുക്കാം, വെളിച്ചെണ്ണയോ അഥവാ അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിൽ. ഈ വറുവൽ കാര്യങ്ങൾക്കല്ല എനിക്ക് വെളിച്ചെണ്ണയെക്കാട്ടിലും ഇങ്ങനത്തെ, ഇപ്പോൾ ചിപ്സിൻ്റെ കാര്യമല്ല പറയുന്നത്, പക്ഷേ ഇങ്ങനെ പഴംപൊരി, ഉള്ളിവട, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബജിയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതിനെക്കാട്ടിലും റിഫൈൻഡ് ഓയിലിൽ ചെയ്യുന്നതാണ് കൂടുതൽ ഇഷ്ടം. കാര്യം വെളിച്ചെണ്ണ ആണെങ്കിൽ അത് ഭയങ്കര ഓവറായിട്ട് എണ്ണ പിടിക്കുന്ന പോലെ തോന്നും, എണ്ണയുടെ ടേസ്റ്റ് ഇങ്ങനെ കയറി നിൽക്കും. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം, പക്ഷേ ഞാൻ കൂടുതൽ അങ്ങനെ ചെയ്യുന്നത്. ഇത് റിഫൈൻഡ് ഓയിലാണ് കേട്ടോ. തുടങ്ങാം. എണ്ണ ചൂടായി, പിന്നെ മുക്കുക. ഈ ഒരു തിക്നെസ്സിലാവുമ്പോൾ കറക്റ്റായിരിക്കും. നല്ല പഫപ്പ് ചെയ്ത് വരുന്നുണ്ടോ, പൊള്ളി വരുന്നത് കറക്റ്റായിട്ട് വരും. നമ്മളിതിൽ സോഡാപ്പൊടിയോ അങ്ങനെ ഒരു കാര്യവും ചേർത്തിട്ടില്ല. അത് നാച്ചുറലായിട്ട് കിട്ടുന്ന ഒരു പഫിനെസ്സാണ്. അത് ഈ ഒരു ബാറ്ററിൻ്റെ പ്രത്യേകതയാണ്. ഞാനിപ്പോൾ ചേർത്ത കാര്യങ്ങൾ കണ്ടല്ലോ, അങ്ങനെ ചെയ്താൽ ഇങ്ങനെ കിട്ടും. അത് ആദ്യം ഒരു 3 ഞാൻ ജസ്റ്റ് ഇട്ടുന്നേ ഉള്ളൂ, ഇനി അടുത്തതിൽ കൂടുതലിടാം. അപ്പോൾ ബജി ഈസ് റെഡി. പാകത്തിന് മൂത്തുനിന്ന് എങ്ങനെ മനസ്സിലാവുന്നതെന്നറിയോ? എണ്ണ ഇങ്ങനെ തുള്ളിക്കളിക്കും, വലിയ ബഹളമൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ചെറിയ കിലുക്കം, വള കിലുക്കം പോലെ ഒരു ശബ്ദമാണ്. അതാണ് പാകമായി എന്നുള്ളതിൻ്റെ സൂചന. എണ്ണയൊന്നും കുടിക്കില്ല, പെർഫെക്റ്റായിട്ട് ഇങ്ങനെ കിട്ടും. അടിപൊളി, നല്ല പഫപ്പ് ചെയ്ത് നല്ല എണ്ണയൊന്നും കുടിക്കാണ്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ബാക്കിയും ഇതുപോലെ തന്നെ ചെയ്യും. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ കലക്കിയെടുത്താൽ മതി. ഓവറായിട്ട് വാട്ടറി ആക്കരുത്, നല്ല കുറുകുറാന്നുള്ള രീതിയിൽ ഒരു തിക്ക് പേസ്റ്റ്, ഒരു ചെറിയ തിൻ ലെയർ ഓഫ് കവറിങ്ങേ നമുക്ക് ആവശ്യമുള്ളൂ. എക്സസ് ഇങ്ങനെ കളഞ്ഞിട്ട് ഇടാം. ഇടുമ്പോൾ തന്നെ അത് കണ്ടില്ലേ പുള്ളി വരുന്നത്. സെക്കൻഡ് റൗണ്ട്. നല്ലൊരു ഫിനിഷിങ്ങോട് കൂടി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതേ ബാറ്റിൽ തന്നെ നമുക്ക് എന്ത് ബജി വേണമെങ്കിലും ഉണ്ടാക്കാം. മുളക് ബജി, പിന്നെന്താ ഉള്ളി ബജി, കത്തിരിക്ക ബജി, എനിത്തിങ് ഈസ് പോസിബിൾ. ഈ ബാറ്റർ സൂപ്പറാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. ഒട്ടും ഓവറാകാണ്ട് കറക്റ്റ് ഒരു ലെയർ കിട്ടുന്ന രീതിയിലാണ് ബാറ്റർ എടുക്കേണ്ടത്. അപ്പോൾ നല്ലൊരു 4 മണി പലഹാരം എളുപ്പത്തിൽ ചെയ്യാം. അങ്ങനെ ലാസ്റ്റ് എടുത്തു കഴിഞ്ഞു.
ഇത് എങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ, അതായത് ഒരു 3 കായ്ക്ക് ആവശ്യമുള്ള ബാറ്ററാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയത്. ഞാനിപ്പോൾ ഒരു 3-ൽ കൂടുതൽ കട്ട് ചെയ്തിട്ടുണ്ട്. അത് 5 കായോളം കട്ട് ചെയ്തു. അപ്പോൾ ലാസ്റ്റ് പാർട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ എന്താ ചെയ്തത്, കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ബാറ്റർ ഇച്ചിരൂടെ ഒന്ന് ലൂസാക്കി. ഇച്ചിരൂടെ ലൂസാക്കുമ്പോൾ കിട്ടുന്ന ഒരു ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ തിന്നായിരിക്കും അതിൻ്റെ കവറിങ്, പക്ഷേ കുറച്ചുകൂടെ ക്രിസ്പി ആയിട്ട് വരും. ഇത് കുറച്ചുകൂടി ഫ്ലഷി ആയിരിക്കും, നല്ല ചൂടോടെ കഴിക്കാതല്ല. ഇതാണെങ്കിൽ ഇതേ പപ്പടം പോലെ ഇരിക്കും. ഓക്കെ, ഇതിൻ്റെ ഒരു ടെക്സ്ചർ നല്ല ചൂടാണ്. ഭയങ്കര കരുകരുപ്പ് കൂടുതലാണ്. ക്രിസ്പി കട്ടി കുറച്ചാൽ അത് കുറച്ചുകൂടെ കട്ടിയുണ്ട്, പക്ഷേ നല്ല ഫ്ലഷി ആയിട്ട് നല്ല ബുഫ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഗും എന്ന് പറഞ്ഞിരിക്കുന്നത് വെരി ടേസ്റ്റി. ഇതെല്ലാം നല്ലതാണ്. എരിവ് വേണമെങ്കിൽ കുറച്ചുകൂടെ കൂട്ടിക്കോളൂ കേട്ടോ. ഞാനൊരു 3 ടീസ്പൂണേ ഇട്ടുള്ളൂ. ഒരു 1.5 ടേബിൾ സ്പൂൺ വരെ ആകാം എരിവിനനുസരിച്ചിട്ട്. ഇത് കഴിച്ച് കാണിക്കട്ടെ. അടിപൊളി ഔട്ടർ കവറിങ് കേട്ടോ. ഇത് കുറച്ചുകൂടി ഞാൻ ബാറ്ററിനെ ഇച്ചിരി ഒന്ന് ലൂസാക്കി ഒരു തിൻ ലെയറായി. ഭയങ്കര കരുകരുപ്പ്, അടിപൊളി. എരിവ് കുറവാണ്. പിള്ളേർക്കൊക്കെ ഓക്കെയാണ്. വലിയവർക്ക് വേണ്ടിയിട്ട് എരിവ് കൂട്ടിക്കോളൂ. 3 ടീസ്പൂൺ എന്നുള്ളത് 4, 5, 6 ഒക്കെ ആവാം. ഇത് കാണണ്ടേ, ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. ഇത് നന്നായിട്ടുണ്ട്. നല്ല എന്താ പറയുക, ആവശ്യത്തിന് കരുകരിപ്പുണ്ട്. അത്യാവശ്യം സത്യം പറഞ്ഞാൽ ഇത് ആദ്യം ഉണ്ടാക്കിക്കൊണ്ടിരുന്നതുകൊണ്ട് ഇവിടെ AC ഉണ്ട്, തണുത്തു പോയി. എന്നിട്ട് പോലും ആ കരുകരിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കായുടെ സൈസൊക്കെ വളരെ കറക്റ്റാണ്. ഒരുപാട് കട്ടിയായാലും കൊള്ളില്ല, ഒരുപാട് തിന്നാക്കണ്ട. സോസോ ചമ്മന്തിയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. പ്ലസ് നല്ലൊരു കട്ടൻ ചായ നല്ലതായിരിക്കും കോമ്പിനേഷൻ. കട്ടൻ ചായ ഓർ കട്ടൻ കാപ്പി, എന്തെങ്കിലും ഒരു കോമ്പിനേഷൻ. പുറത്ത് മഴയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട. അപ്പോൾ 4 മണി പലഹാരം പെട്ടെന്ന് തന്നെ റെഡി ചെയ്യും. നിങ്ങളും ഉണ്ടാക്കാം. ഫീഡ്ബാക്ക് തരാൻ മറക്കണ്ട. ഇങ്ങനൊരു ബാറ്റർ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു വെജിറ്റബിൾ വേണമെങ്കിലും ബജിയാക്കിയെടുക്കാം. അത്ര നല്ല ബാറ്ററാണ്. ധൈര്യമായിട്ട് ചെയ്തോളൂ, ഇഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി വ്ളോഗ്സ്. ലവ് യു ഓൾ.